നമസ്കാരം. ലോകകപ്പ് ആവേശത്തിലാണ് ലോകം മുഴുവൻ. ഗോളിന് പിന്നാലെ പായുന്ന ഫുട്ഗോളം. സ്വാഗതം ഫുട്ഗോളത്തിലേക്ക്. ആവേശകരമായിട്ടുള്ള ഒരു മത്സരത്തോടു കൂടിയാണ് പ്രീ നോക്കൌട്ടിന് തുടക്കമായത്. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് എത്തി. പൊരുതി കളിച്ച ദക്ഷിണാഫ്രിക്കയെ ഇഞ്ചുറി ടൈമിലെ ഒറ്റ ഗോളിൽ ആണ് കാനഡ മറികടന്നത്. ഗോൾ രഹിതമായതിനാൽ എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു എന്ന് തോന്നിയ ഘട്ടത്തിലാണ് സ്റ്റെഫാൻ യുസ്താക്കിയോ കാനഡയുടെ ചരിത്ര ഗോൾ നേടുന്നത്. ദക്ഷിണാഫ്രിക്കയുടെ പ്രതിരോധത്തിലെ പിഴവിലാണ് സ്റ്റെഫാൻ പന്ത് നേടിയെടുത്തത്. പെനാൽറ്റി ഏരിയയ്ക്ക് പുറത്തുനിന്ന് സ്റ്റെഫാൻ തൊടുത്ത ഷോട്ട് ഗോൾ കീപ്പറെ മറികടന്ന് വലയിലെത്തി. നെതർലൻഡ്സ് മൊറോക്കോ മത്സരത്തിലെ വിജയികളെയാണ് കാനഡയ്ക്ക് അടുത്ത റൗണ്ടിൽ നേരിടേണ്ടത്. ആരാധകരുടെ പ്രതീക്ഷ നിലനിർത്താൻ ബ്രസീൽ ഇറങ്ങുകയാണ് നോക്കൌട്ടിൽ കരുത്തരായിട്ടുള്ള ജപ്പാനാണ് ഇന്ന് ബ്രസീലിനെതിരെ കളിക്കാനിറങ്ങുന്നത്. രണ്ടു ടീമും ഏറ്റുമുട്ടിയ 7 മത്സരങ്ങളിൽ 6 ജയിച്ചത് ബ്രസീലിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ അവസാന സൗഹൃദ മത്സരത്തിൽ ജപ്പാനാണ് ജയിച്ചത്. അതിന്റെ ഒരു ആശങ്കയുമുണ്ട് ആരാധകർക്ക്. രാത്രി 10:30 ഹ്യൂസ്റ്റണിലാണ് മത്സരം. 5 തവണ ലോക കിരീടം ചൂടിയ ബ്രസീൽ തങ്ങളുടെ 6ാം കിരീടം എന്ന ലക്ഷ്യത്തിലേക്കാണ് ചുവടുവെക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്താണ് കാനേർപ്പട നോക്കൌട്ട് സ്റ്റേജിലേക്ക് യോഗ്യത നേടിയത്. ബ്രസീലിന്റെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ അറ്റാക്കിംഗ് നിര തന്നെയാണ്. മധ്യനിരയിൽ നിന്നുള്ള കൃത്യമായ പാസുകളും വിങ്ങർമാരുടെ അതിവേഗ മുന്നേറ്റങ്ങളും ഏത് പ്രതിരോധ നിരയെയും തകർക്കാൻ പോകുന്നതാണ്. അതോടൊപ്പം പരിചയസമ്പന്നരായ പ്രതിരോധ താരങ്ങളും ടീമിന് ആത്മവിശ്വാസം നൽകുന്നു. എന്നാൽ പലപ്പോഴും എതിരാളികളുടെ പെട്ടെന്നുള്ള കൗണ്ടർ അറ്റാക്കുകളിൽ ബ്രസീലിയൻ പ്രതിരോധം പതറുന്നതായി ഗ്രൂപ്പ് ഘട്ടത്തിൽ നാം കണ്ടു. ആക്രമണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ ഡിഫൻസിൽ വരുന്ന വിടവുകൾ ബ്രസീലിന് വിനയായേക്കാം. മറുഭാഗത്തെ ഏഷ്യൻ ഫുട്ബോളിന്റെ വൻമതിലായ ബ്ലൂ സാമുറായികൾ അഥവാ ജപ്പാൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവരാണ്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയ 7 മത്സരങ്ങളിൽ 6 വിജയം ബ്രസീലിനൊപ്പമായിരുന്നു. എന്നാൽ ചരിത്രമല്ല, വർത്തമാനകാല ഫോമാണ് തങ്ങളെ നയിക്കുന്നത് ജപ്പാൻ വിശ്വസിക്കുന്നു. കൃത്യമായ അച്ചടക്കവും ഒട്ടും വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യവുമാണ് ജപ്പാന്റെ മുഖമുദ്ര. വിങ്ങുകളിലൂടെയുള്ള അതിവേഗ കൗണ്ടർ അറ്റാക്കുകളാണ് അവരുടെ പ്രധാന ആയുധം. കൂടാതെ 90 മിനിറ്റും ഒരേ ഊർജ്ജത്തോടെ കളിക്കാനുള്ള താരങ്ങളുടെ ശാരീരിക ക്ഷമതയും എടുത്തു പറയേണ്ടതാണ്. എന്നിരുന്നാലും ഫിസിക്കൽ ഗെയിം കളിക്കുന്ന വമ്പൻ ടീമുകൾക്കെതിരെ ജപ്പാന്റെ പ്രതിരോധം പലപ്പോഴും സമ്മർദ്ദത്തിലാകാറുണ്ട്. പ്രഷർ ഗെയിമുകളിൽ വരുന്ന ചെറിയ പിഴവുകൾ പോലും ബ്രസീൽ പോലുള്ള ക്ലിനിക്കൽ ഫിനിഷർമാരുള്ള ടീമിനെതിരെ വലിയ വില കൊടുക്കേണ്ടി വരും. ഇരു ടീമുകളും തമ്മിൽ നടന്ന അവസാന പോരാട്ടത്തിൽ ബ്രസീലിനെ അട്ടിമറിച്ച് വിജയം നേടിയത് ജപ്പാനായിരുന്നു. ആ ഒരു വിജയം നൽകുന്ന മാനസിക മേധാവിത്വം ജപ്പാന് തുണയാകുമ്പോൾ ആ പരാജയത്തിന് മധുര പ്രതികാരം വീട്ടാനുറച്ചാകും കാനേർപ്പട ഇന്ന് ബൂട്ട് കിട്ടുന്നത്. തീപാർന്നൊരു പോരാട്ടത്തിനാണ് ലോകകപ്പ് വേദിയൊരുങ്ങുന്നത്. സാമ്പാ നൃത്തച്ചുവടുകളുമായി ബ്രസീൽ മുന്നേറുമോ അതോ തന്ത്രങ്ങളുടെ കരുത്തിൽ ബ്ലൂ സാമുറായികൾ കാനറുകളെ വീട്ടുമോ എന്ന് കാത്തിരുന്നു കാണാം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. പ്രീ ക്വാർട്ടർ മത്സരത്തിൽ റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ നെയ്മർ കൂടുതൽ സമയം കളിക്കുമെന്ന് പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നെയ്മറിന്റെ ആരോഗ്യനില അതിൽ വലിയ പുരോഗതിയും ഉണ്ടായി. കൂടുതൽ സമയം കളിക്കാനുള്ള കായികക്ഷമത നെയ്മർ വീണ്ടെടുത്തുവെന്നും ആഞ്ചലോട്ടി പറഞ്ഞു. ഇനി ജപ്പാനെതിരായിട്ടുള്ള അവസാന മത്സരത്തിലെ ആ തോൽവി, അതിൽ നിന്നും ചില പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് തങ്ങൾ എത്തുന്നത് എന്നാണ് ബ്രസീൽ ടീം പരിശീലകൻ പറയുന്നത്. To know that Japan is a really competitive team. They are one of the best team in the world. They are number 17 in the ranking. They beat England in March. So we have completely, totally a full respect of them, and we prepare a game like a final because it is a final. ഇപ്പോൾ ബ്രസീൽ ആരാധകർ എല്ലാവരും പ്രതീക്ഷയിലാണ്. അവരുടെ പ്രിയപ്പെട്ട സുൽത്താൻ എന്ന് വിളിക്കുന്ന നെയ്മർ ഇത് കൂടുതൽ സമയം കളിക്കും. പക്ഷേ ആദ്യ ലെവലിൽ ഉണ്ടാവുക എന്നുള്ളത് ദുഷ്കരമാണെന്ന് തോന്നുന്നു. പക്ഷേ സാന്നിധ്യം കൊണ്ട് ടീം ഊർജ്ജം നൽകുന്ന നെയ്മർ കൂടുതൽ സമയത്തേക്ക് കളത്തിൽ കാണുമെന്നുള്ള ആ കോച്ചിന്റെ പ്രഖ്യാപനം തന്നെ അത് പ്രതീക്ഷ നൽകുന്നതാണ് ബ്രസീൽ ആരാധകർ.
പ്രിയപ്പെട്ട ടീമിനോടുള്ള ഇഷ്ടം കൂടിയാൽ എന്തൊക്കെ ചെയ്യാം. ടീമിന്റെ ദേശീയ പതാകയുടെ നിറം അത് വീടിന് പെയിന്റ് ചെയ്യുന്നവരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ വീട്ടിലെ പ്ലാവിനും ചക്കയ്ക്കും പേരയ്ക്കും ഒക്കെ ഇത്തരത്തിൽ നിറം നൽകി എങ്ങനെ ഉണ്ടാകും? എറണാകുളം നെടുമ്പാശ്ശേരിയിലെ മേക്കാട് സാലു പോളിന്റെ വീട് ഫുട്ബോൾ പ്രേമികൾ സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഹൗസ് ഓഫ് ബ്രസീൽ എന്നാണ് ഈ വീടിന്റെ പേര്. കാഴ്ച ഹൗസ് ഓഫ് ബ്രസീൽ കണ്ടിട്ടുണ്ടോ? ഇതാണത്. ഇവിടെ മേക്കാട് അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് ഒറ്റ നോട്ടത്തിൽ ഈ പ്രദേശത്തിൻ്റെ ഒരു വഴിയടയാളങ്ങളിൽ പെട്ടതാണ് ഇവിടെ ഈ സാലിച്ചേട്ടൻ്റെ വീട്. അദ്ദേഹം ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ അക്രമം എന്ന് പറയേണ്ടി വരും. കാരണം ആരാധന എത്രത്തോളമാണ് അതിൻ്റെ ഒരു പീക്ക് ലെവൽ എന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. വീടിന് കഴിഞ്ഞ വർഷങ്ങളായിട്ട് അതിന് 2014 മുതൽ അദ്ദേഹം വീടിന് ഈ നിറമാണ് ഇവിടെ ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇതിനകത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ചകളെല്ലാം വളരെ രസകരമായ കാഴ്ചകളാണ്. പൂച്ചെട്ടികൾ മാത്രമല്ല, അതിനിപ്പുറത്തേക്ക് വരുമ്പോൾ ഈ പ്ലാവിൻ്റെ ഇലകൾക്ക് വരെ ഈ മഞ്ഞ നിറം പൂശിയിട്ടുണ്ട്. അപ്പുറത്ത് ഒരു പേരയുണ്ട്, അതിന് പൂശിയിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെ കായ്ച്ചെടുക്കുന്ന ചക്ക, ഈ ചക്കയ്ക്കും ഈ നിറമാണ് കൊടുത്തിരിക്കുന്നത്. ഭാഗ്യത്തിന് ഇവിടെയുള്ള വളർത്തു നായ്ക്കളെ എല്ലാം തന്നെ അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്, കളർ കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേ ബാക്കിയെല്ലാം ഈ ചെടിച്ചട്ടികളെല്ലാം വാങ്ങിച്ചു. അതോടൊപ്പം തന്നെ ഫുട്ബോൾ അതിൻ്റെ ആകൃതിയിലുള്ള ചെടിച്ചട്ടികൾ പറഞ്ഞ് വാങ്ങിപ്പിച്ചു. അവിടെ നിന്ന് വാങ്ങിച്ച് അദ്ദേഹം ഒരു ട്രാവൽ ഉടമയാണ്. അതിൻ്റെ ഒരു വാഹനങ്ങൾക്കെല്ലാം ഏതാണ്ട് ഈ രീതിയിലെല്ലാം തന്നെ അലങ്കരിച്ചും എല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ അതിക്രമങ്ങൾക്കെല്ലാം അദ്ദേഹമാണ് ഉത്തരവാദി. സാലിച്ചേട്ടൻ, ഭാര്യ എല്ലാം തന്നെ അവർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ബ്രസീൽ ഫാൻസായിട്ട് കട്ടയ്ക്ക് തുടരുന്നതാണ്. ഇതൊക്കെ ആണ് ഇവിടുത്തെ കഴിഞ്ഞ കുറേ നാളുകളുടെ വിശേഷങ്ങളാണ്. 30 വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ലാതെ തന്നെയാണ് എല്ലാ വേൾഡ് കപ്പും ആഘോഷം ബ്രസീലിനൊപ്പം ആഘോഷിക്കുക എന്നുള്ളതാണ്. അതെ അതെ അതെ, ബ്രസീലാണ് നമ്മുടെ ഫേവറേറ്റ് ടീം. ബ്രസീലിന്റെ വിജയവും ആഘോഷിക്കുക, നല്ല കളിയെ പ്രോത്സാഹിപ്പിക്കുക അല്ലേ. ഇതിനൊപ്പം തന്നെ ഇവിടെ ആളുകൾക്ക് ഇന്ന് കളി കാണുന്നതിനുള്ളൊരു വലിയ സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് വന്ന്, ഒത്തിരി ആൾക്കാർ ഇവിടെ ഗ്രാമപ്രദേശമാണ്, അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് കളി കാണും. എല്ലാ ഫാൻസുകാരും വന്ന് കളി കാണും. വർഷങ്ങളായിട്ട് നിറമല്ല ഇത് തന്നെയാണ് വീട് പണിതപ്പോൾ തൊട്ടുള്ള നിറം ഇത് തന്നെയാണ്. മാറ്റണമെന്ന് തോന്നിയിട്ടില്ല? ഇല്ല ഇഷ്ടമാണ്, കളി ഇഷ്ടമാണ്. ബ്രസീലിനോടുള്ള ഇഷ്ടം, അതായത് ബ്രസീൽ ടീമിനോടുള്ള ആരാധനയാണ് ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ വീടിന് പച്ചയും മഞ്ഞയും കളറടിക്കാനുള്ള ഒരു കാരണമായിട്ട് മാറിയത്. ഇന്ന് വരെ ഇത് മാറ്റണമെന്ന് തോന്നിയിട്ടില്ല. ബ്രസീൽ കഴിഞ്ഞ അടുത്ത കളിയിലൊക്കെ ചില ഫോമൗട്ടൊക്കെ ആകുമ്പോഴേക്കും സങ്കടം തോന്നാറില്ല? ചില സങ്കടമൊക്കെ വരും. പഴയകാല പ്രതാപമൊന്നും ഇപ്പം ഇല്ല. എന്നാലും ഇതിന് മാറ്റമൊന്നും മാറിയില്ല. ഈ ഫുട്ബോൾ ആകൃതിയിലുള്ള ചട്ടികളൊക്കെ ഇത് നമ്മൾ മണ്ണുത്തിയിൽ ഒരു കമ്പനി ഉണ്ട്, അവിടെ നിന്ന് നമ്മൾ വാങ്ങിയതാണ്. മണ്ണ് ചട്ടി ഉണ്ടാക്കുന്ന ഒരു കമ്പനി. അവരിപ്പോ മഞ്ഞയും പച്ചയും ഏത് കളർ വേണമെങ്കിലും അവർ അടിച്ചു തരും. ഇത് പുറത്തു പോകുമ്പോഴേക്കും ഇത് നോക്കി നോക്കും, ഇവിടെ കൊണ്ടുവന്ന് ബ്രസീലാക്കാൻ പറ്റിയ എന്തൊക്കെയാണ്. അതെ അതെ, പച്ചയും മഞ്ഞയും കളറിൽ എന്ത് കണ്ടാലും നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പൊ നമ്മൾ മേടിക്കാൻ പറ്റാണ്. അതിൽ ഈ ആളുകളൊക്കെ ഇവിടെ അറിയപ്പെടുന്നത് തന്നെ ബ്രസീലിനാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ നമ്മുടെ മേക്കാട് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഒരു അടയാളാണ് ഹൗസ് ഓഫ് ബ്രസീൽ. മിക്കവാറും എല്ലാ വീടുകളിലേക്കും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വസ്തുക്കൾ കൊണ്ടുവരുമ്പോൾ, സ്വിഗ്ഗി കൊണ്ടുവരുമ്പോഴൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു പേരാണ് ഹൗസ് ഓഫ് ബ്രസീൽ. ഞങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അതെ, ഞങ്ങൾ ഹൗസ് ഓഫ് ബ്രസീലിന്റെ അടുത്തുണ്ടെങ്കിൽ അങ്ങോട്ട് വരണമെന്ന് ചോദിക്കും. അപ്പൊ അവർ പറയും ഇന്ന റൂട്ടാന്ന് പറയും. പിന്നെ പിള്ളേർക്കൊക്കെ ഒരു വലിയൊരു ആവേശമാണത്. കാരണം ഞാൻ ഫുട്ബോൾ കളിക്കായിരുന്നു. ചെറിയ തലമുറയ്ക്ക് ഫുട്ബോൾ കളിക്കാനുള്ള നമ്മൾ ജേഴ്സിയൊക്കെ കൊടുത്ത് അങ്ങനെ പിള്ളേർ ചെറിയ ടീമൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ പിള്ളേർക്ക് വലിയൊരു ആവേശമാണ്. ഫുട്ബോളിലേക്ക് പിള്ളേരെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതെ അതെ, ഫുട്ബോൾ കളിയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. അതിന് നമുക്ക് ലാറ്റിൻ അമേരിക്കൻ ശൈലിയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ബ്രസീലിനെ ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ കളി കണ്ട കാലഘട്ടം സോക്രട്ടീസ്, സീക്കോ, റൊണാൾഡീഞ്ഞോ തൊട്ട് ആ കാലഘട്ടത്തിൽ അന്ന് തൊട്ടാണ് നമുക്ക് ഈ ആരാധന വന്നത്. മെസ്സി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടോട്ടൽ മെസ്സിയാണ്. ഒരു ടോട്ടൽ പ്ലെയർ എന്ന് പറഞ്ഞാൽ മെസ്സിയാണ്. പക്ഷേ ഒരു സ്കില്ലുള്ള കൂടുതലുള്ള പ്ലെയർ നെയ്മർ ആയിരിക്കാം, അല്ലെങ്കിൽ റൊണാൾഡോ പവർ പ്ലേ ആയിരിക്കാം. പക്ഷേ ടോട്ടൽ ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളിക്കാരനാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ എനിക്ക് മെസ്സിയാണ്. ഇപ്പോൾ നിലവിൽ അടുത്തുകൂടി ആളുകളെല്ലാം പോകുമ്പോഴേക്ക് ഇവിടെ ഇത് കണ്ട് തിരിച്ചറിഞ്ഞ് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ അതൊരു സന്തോഷമാണോ? കാരണം ഇത് കുറച്ച് നാളായിട്ട് ഓൺലൈനും കാര്യങ്ങളും എല്ലാമായിട്ട് വലിയ പോകുമ്പോഴേക്കും ഈ എടുക്കുന്ന എഫർട്ടിന് ഒരു അംഗീകാരം കിട്ടും. അതെ അതെ, തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ്. ഒരുപാട് ആൾക്കാരെ ഒരുപാട് അകലെന്നൊക്കെ കാണാറുണ്ട്. ഫാമിലി ആയിട്ട് ജേഴ്സി കിട്ട് ഇവിടെ വന്ന് ഇതൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കും, നമ്മളൊപ്പം ഒന്ന് ഫോട്ടോ എടുക്കും. അതൊക്കെ നമ്മൾ വലിയ അംഗീകാരമായിട്ടാണ് കാണുന്നത്. തീർത്ഥാടന കേന്ദ്രമായിട്ട് ആരാധന മാറിയിട്ടുണ്ട്. തീർത്ഥാടന കേന്ദ്രം അല്ല, ഒരു സ്പോർട്സ്
കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. ക്ലബ്ബാണോന്ന് ചോദിച്ചിട്ടുണ്ട് പലരും. വീടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇത് ക്ലബ്ബാണോ, പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു പാർക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് വലിയ സന്തോഷമാണ് കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു സമയമായിട്ട് മാറുന്നു. ഈ ഫുട്ബോൾ ലോകകപ്പൊക്കെ വരുമ്പോൾ ഒരു സന്തോഷമാണ് പൊതുവിലല്ലേ? അതെ 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 ആഘോഷകാലം എത്തിയെന്നുള്ളത്. അതെ, നമ്മൾ ആ 4 വർഷം ഒന്നും വരാൻ വേണ്ടി ഇങ്ങനെ നോക്കാതിരിക്കുക. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഒരു റോജ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. പുള്ളി ഫുട്ബോളിൻ്റെ, പുള്ളിയാണ് ഇതൊക്കെ വരച്ച് നമുക്ക് തരുന്നത്. എല്ലാ വർഷമായിട്ടും പുള്ളി തന്നെ വരച്ച് തരുന്നത്. അപ്പോൾ ഈ വീട് പണിതപ്പോൾ എൻ്റെ കോൺട്രാക്ടർ സുഹൃത്തായിരുന്നു. പുള്ളി എന്നോട് ചോദിച്ചു, ചേട്ടൻ എൻ്റെ പെൺപിള്ളേരായത് നന്നായി, ആൺപിള്ളേരാണെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് വലിയ തന്നെ എടുത്താൽ മാസത്തിലുള്ളൂ. ഞാനിങ്ങനെ ഐഡിയയൊക്കെ മതിലൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ നേരത്തെ പറഞ്ഞു വെച്ചായിരുന്നു. അവർക്ക് ഇഷ്ടമാണ് കേട്ടോ, പിള്ളേർക്ക് ഇഷ്ടമാണ്, മക്കൾക്കും രണ്ടുപേർക്കും ഇത് ഇഷ്ടമാണ്. അപ്പ ചെയ്യുന്നതിനോട് ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ ഫോട്ടോസും ഫുട്ബോളും ഇതൊക്കെ ഇങ്ങനെ തന്നെ വെച്ചേക്കും? അതിങ്ങനെ തന്നെ വെച്ചേക്കും, അതൊന്നും മാറ്റൂല. ഇനി അടുത്ത 4 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പെയിന്റ്, ഈ പച്ചയും മഞ്ഞയും തന്നെ പെയിന്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ആ പ്ലേയേഴ്സൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് മാറ്റി വെക്കും. അത്ര നാൾ ഇത് ഉണ്ടാവും. ഇത്തവണ കപ്പ് ഉയർത്താൻ അതിനപ്പുറം വേറൊന്നുമില്ല. ഇല്ല, കപ്പ് ഉയർത്താനുള്ള എല്ലാ പ്രതിഭകളുള്ള കളിക്കാരുണ്ട് ഒത്തിരി. പക്ഷേ പിന്നെ ഈ ഫുട്ബോളാണല്ലോ, അതിനകത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്തായാലും നല്ല കളി കളിക്കട്ടെ എന്ന് വിചാരിക്കാം. ജപ്പാനായിട്ടാണ് അടുത്ത കളി, നല്ല ഗെയിമായിരിക്കും. ആര് ജയിച്ചാലും ഫുട്ബോൾ ജയിക്കട്ടെ. അതെ, അത്രേ ഉള്ളൂ. ഫുട്ബോൾ കളിക്കട്ടെ, നല്ല കളി നമ്മൾ പ്രോത്സാഹിപ്പിക്കുക ആരായാലും. കളി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഇവിടെ ഇരുന്ന് രസകരമായിട്ട് അതായത് ചെറിയ കുട്ടികൾ തുടങ്ങി വലിയ കുട്ടികൾ വരെയും, പെൺകുട്ടികളും ആൺകുട്ടികളും, അത് എല്ലാവരുടെയും ഒന്നിച്ചിരുന്ന് കളി കണ്ട് രസിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറുന്നത്. ഏതായാലും അനിശ്ചിതത്വങ്ങളുടെ ആഘോഷമാണ് പലപ്പോഴും ഈ ഫുട്ബോൾ മത്സരം എന്നെല്ലാം പറയും. പ്രത്യേകിച്ച് ലോക ടീമുകളെല്ലാം മാറ്റുരയ്ക്കുമ്പോൾ അവസാന നിമിഷം വരെ നമ്മൾ ഒരിക്കലും മറക്കില്ല പോയ വർഷത്തെ ലോകകപ്പ് ഫൈനലിൽ ശ്വാസം അടക്കി ഇപ്പോഴും അതിൻ്റെ ഹൈലൈറ്റ്സ് ഇപ്പോഴും അങ്ങനെ തന്നെ കാണാൻ കഴിയും. ഏതായാലും അത്തരം ആഘോഷങ്ങൾ എല്ലാം തന്നെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ടീമിനോടുള്ള ഇഷ്ടങ്ങൾ ഈ രീതിയിൽ പ്രകടമാക്കുമ്പോൾ ഇവിടെ സാൽച്ചേട്ടൻ പറയുന്നത് പോലെ ഫുട്ബോൾ ജയിക്കട്ടെ എന്നതാണ് ആകെ അതിൻ്റെ ഒരു സന്തോഷം. അതാണ് ആ ഒരു സ്പിരിറ്റ് നിലനിർത്തുക, വരും തലമുറയെ ഈ കായികത്തിൻ്റെ ലഹരിയിലേക്ക് നയിക്കുക എന്നതെല്ലാം തന്നെയാണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, News 18. ഇതാണ് ഫുട്ബോൾ ലോകകപ്പ് വരുമ്പോൾ ഒരു ആഘോഷം. അതിൻ്റെ ഒരു ആവേശം, കുടുംബമായിട്ട് ഇങ്ങനെ ഫുട്ബോളിനെ സ്നേഹിക്കുക, പ്രണയിക്കുക, എന്ത് രസമാണല്ലേ. ഫുട്ബോളിൽ എന്തായാലും സാലഞ്ചേട്ടൻ്റെ ആഗ്രഹം പോലെ ബ്രസീൽ മുന്നേറട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇനി സ്കോട്ട്ലൻഡ് ഫുട്ബോളിന് ഇതൊരു യുഗത്തിന്റെ അവസാനമാണ്. 22 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം രാജ്യത്തെ ലോകകപ്പിലേക്ക് നയിച്ച പ്രധാന പരിശീലകൻ സ്റ്റീവ് ക്ലാർക്ക് ഒടുവിൽ പടിയിറങ്ങി. 2026 ലോകകപ്പിൽ നിന്നും സ്കോട്ട്ലൻഡ് പുറത്തായതിന് പിന്നാലെയാണ് രാജിവെക്കുന്നുവെന്ന് 62-കാരനായിട്ടുള്ള ക്ലാർക്ക് പ്രഖ്യാപിച്ചത്. സ്കോട്ടിഷ് ഫുട്ബോളിനെ വിജയവഴിയിലേക്ക് തിരികെ നടത്തിയ ജനപ്രിയ പരിശീലകൻ സ്റ്റീവ് ക്ലാർക്ക് തന്റെ 7 വർഷത്തെ നീണ്ട പരിശീലന ദൗത്യം അവസാനിപ്പിച്ചു. 2026 ഫിഫ ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്നും ടീം പുറത്തായതിന് പിന്നാലെ ശനിയാഴ്ചയാണ് സ്കോട്ടിഷ് ഫുട്ബോൾ അസോസിയേഷൻ ഈ വാർത്ത പുറത്തുവിട്ടത്. 1998 ശേഷം സ്കോട്ട്ലൻഡ് ഒരു പ്രധാന അന്താരാഷ്ട്ര ടൂർണമെന്റിനായി വിദേശത്തേക്ക് യാത്ര തിരിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലോകകപ്പ് വേദിയിലെത്താൻ കഴിഞ്ഞതിൽ വലിയ ആവേശവും അഭിമാനവുമുണ്ടെന്ന് ക്ലർക്ക് വ്യക്തമാക്കിയിരുന്നു. 2 തവണ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് യോഗ്യത നേടിത്തന്നതിനൊപ്പം സ്കോട്ട്ലൻഡിനെ വീണ്ടും ഒരു ലോകകപ്പ് വേദിയിൽ എത്തിച്ചതും അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളായിരുന്നു. ഇത്തവണ 48 ടീമുകളായി ലോകകപ്പ് വിപുലീകരിച്ചതിനാൽ സ്കോട്ട്ലൻഡിന് ചരിത്രത്തിലാദ്യമായി നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കാൻ വലിയ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഗ്രൂപ്പ് സിയിൽ ഹെയ്തി, മൊറോക്കോ, ബ്രസീൽ എന്നിവർക്കെതിരെ കളിച്ച അവർക്ക് 3-ാം സ്ഥാനത്തെത്താനേ കഴിഞ്ഞുള്ളൂ. തുടർന്ന് മറ്റ് ഗ്രൂപ്പുകളിലെ മത്സരഫലങ്ങളും തിരിച്ചടിയായതോടെ ടീം പൂർണ്ണമായും ടൂർണമെന്റിൽ നിന്നും പുറത്താവുകയായിരുന്നു. പദവി ഒഴിഞ്ഞുകൊണ്ടുള്ള വിടവാങ്ങൽ സന്ദേശത്തിൽ സ്റ്റീവ് ക്ലാർക്ക് വികാരാധീനനായി. ഈ യാത്രയിലെ ഏറ്റവും പ്രയാസമേറിയ ഭാഗം തന്റെ കളിക്കാരോട് വിട പറയുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. 2019 മുതൽ ഇന്നുവരെ തങ്ങൾക്കുണ്ടായ എല്ലാ നല്ല ഓർമ്മകൾക്കും കാരണം കളിക്കാരാണെന്നും ജനങ്ങളുടെ എല്ലാ പ്രശംസയ്ക്കും അവർ അർഹരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവരുടെ ഗാഫർ എന്ന് വിളിക്കപ്പെടാൻ കഴിഞ്ഞത് വലിയൊരു ബഹുമതിയായി കാണുന്നുവെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം തന്റെ പിൻഗാമിയായി വരുന്ന വ്യക്തിക്ക് ആശംസകളും നേർന്നു. A long time since 1998 when we actually travelled abroad to be involved in a major tournament like this. It's why the nation's so excited, I think. കഴിഞ്ഞ മെയ് മാസത്തിൽ 2030 ലോകകപ്പ് വരെ നീളുന്ന പുതിയ കരാറിൽ ക്ലർക്ക് ഒപ്പുവെച്ചിരുന്നതാണ്. എന്നാൽ അപ്രതീക്ഷിതമായ ഈ ലോകകപ്പ് മടക്കം സ്കോട്ട്ലൻഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരനായ ഈ പരിശീലകന്റെ പടിയിറക്കത്തിന് കാരണമായി. ഒരു മികച്ച ടീമിനെ വാർത്തെടുത്ത ശേഷമാണ് ക്ലർക്ക് മടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ പകരക്കാരനായി ഇനി ആരാകും സ്കോട്ടിഷ് പടയുടെ തലപ്പത്തേക്ക് വരികയെന്നത് വരും ദിവസങ്ങളിൽ അറിയാം. വേൾഡ് കപ്പ് ഡെസ്ക്, News 18.
അപ്പോൾ ഈ കാഴ്ചയോടുകൂടി ഫുട്ബോൾ ഇപ്പോൾ പൂർണ്ണമാവുകയാണ്. വീണ്ടും 9:40 ചേരാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.